നമ്മൾ കുറേ നേരം നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചും ഭൂതകാലത്തെ ഓർത്ത് വിഷമിച്ചും തീർക്കുന്നു. അങ്ങനെ നമുക്ക് ശരിക്കും സ്വാധീനിക്കാനും മാറ്റങ്ങൾ വരുത്താനും കഴിയുന്ന പ്രസൻറ്റ് അഥവാ ഈ നിമിഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മാറ്റം സാധ്യമാകുന്നതും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതും ജീവിതം ശരിക്കും സംഭവിക്കുന്നതും ഇവിടെ ഈ നിമിഷം അല്ലെങ്കിൽ പ്രസൻറ്റിൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസൻറ്റിൽ കൂടുതൽ ആങ്കർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നിങ്ങളുടെ കാൽ തറയിൽ സ്പർശിക്കുന്നതും ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നതും നിങ്ങൾക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളും പ്രകാശങ്ങളും കാറ്റിൻ്റെ സ്പർശവും ചുറ്റുമുള്ള ടെമ്പറേച്ചറും ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം മനസ്സിലാവും. ഈ യഥാർത്ഥ നിമിഷത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ശരിയാണ്. നമ്മുടെ മിക്കവാറുമുള്ള സ്ട്രെസ്സുകൾ വരുന്നത് ഈ നിമിഷത്തിൽ നിന്നല്ല, മറിച്ച് പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഉള്ള ചിന്തകളിൽ നിന്നാണ്. എന്നും പറഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുകയോ ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യാതിരിക്കുകയോ ചെയ്യണമെന്നല്ല, മറിച്ച് പ്രവർത്തിക്കാനും മാറാനും തിരഞ്ഞെടുക്കാനുമുള്ള നിങ്ങളുടെ ശക്തി ഈ നിമിഷത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയണമെന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹാരങ്ങൾ സ്വാഭാവികമായി വരും. ക്രിയേറ്റിവിറ്റി കൂടും, ആങ്സൈറ്റി കുറയും. കാരണം നിങ്ങൾ ഓർമ്മകളിൽ നിന്നോ പ്രവചനങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് റിയാലിറ്റിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ ബോധം കൊണ്ടുവരിക. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അവിടെ ആ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കും, ഉറപ്പ്.